ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു ട്രാവലിംഗ് വീഡിയോ ആണ്. ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം വാച്ച് ചെയ്യുക. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ചർച്ചിലുള്ള എല്ലാവരെയും കൂട്ടി ടൂറിസ്റ്റ് ബസ്സിൽ നമ്മളൊരു യാത്ര പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ തൃപ്പരപ്പ് വാട്ടർഫാൾസിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. തലേ ദിവസം പെയ്ത മഴയിൽ ഈ വാലീസിൻ്റെ വ്യൂ കുറച്ചുകൂടെ ബ്യൂട്ടി ആയിട്ടുള്ളതുപോലെ എനിക്ക് തോന്നി. നമ്മൾ അവിടെ നിന്ന് നേരെ തൃപ്പരപ്പ് വാട്ടർഫാൾസിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പോയപ്പോൾ ഉള്ള വാട്ടർഫാൾസിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയായിരുന്നു. നല്ലപോലെ വെള്ളം ഉണ്ടായിരുന്നു. വേണമെന്നുള്ളവർക്ക് ഇവിടെ നിന്ന് കുളിക്കാൻ പറ്റും. നമ്മൾ നെക്സ്റ്റ് പോയ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മനാഭപുരം പാലസാണ്. അപ്പോൾ ഈ പാലസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ക്ലിപ്സ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആണ് ഇതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെയും നല്ലപോലെ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഗാർഡൻ ആണെങ്കിലും നല്ലപോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് കാണാൻ ഇതിനൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട്. ഒരു കിങ് താമസിക്കുന്ന പ്ലേസിന് നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടണമെങ്കിൽ അവിടെ നാച്ചുറിൻ്റെ ആവശ്യം കൂടുതലാണ്. അത് പണ്ടുള്ള ആൾക്കാർക്ക് നല്ലപോലെ അറിയായിരുന്നു. സോ ഈ പാലസിലെല്ലാം നല്ലപോലെ ഗാർഡൻ, നിറയെ ട്രീസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിറയെ ആൾക്കാർ ഇത് വാച്ച് ചെയ്യണമുണ്ട് ഇവിടെ. എന്നിട്ട് നല്ലൊരു വ്യൂ തന്നെയാണ്. ഈ പാലസ് ഫുള്ളായിട്ട് നടന്നു വരുമ്പോഴേക്കും നമ്മളൊന്ന് ടയേർഡാവും. കാരണം അത്രയ്ക്ക് ഏരിയ നമുക്കിവിടെ കവർ ചെയ്യാറുണ്ട്. ഇതാണ് നമ്മളെ പാസ്റ്റർ ആൻറ്റിയും ബാക്കി കൂടെ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് ഒക്കെ പറയണമുണ്ട്. നമ്മളിവിടെ നിന്ന് നെക്സ്റ്റ് പോയ പ്ലേസ് എന്ന് പറഞ്ഞാൽ വട്ടക്കോട്ടയാണ്. ഈ ഒരു കോട്ട ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ നാച്ചുറൽ മെറ്റീരിയൽസ് കൊണ്ടാണ്. വലിയ റോക്സിൻ്റെ പീസസൊക്കെ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് അത് ഇത്രയും കാലം നിലനിർന്ന് പോകാനുള്ള കാരണവും. ആ കോട്ടയുടെ മേളിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു രണ്ട് സൈഡ് ഫുള്ളായിട്ട് കടലാണ്. ഇവിടെ നോക്കുമ്പോൾ കടലിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. അതിൻ്റെ വേബ്സ് എല്ലാം നല്ലപോലെ നമുക്ക് കാണാൻ പറ്റും. ദൂരോട്ട് ഫുള്ളായിട്ട് വിൻഡ് മിൽസാണ്. പക്ഷേ അത് നമുക്ക് ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. കുറച്ച് ദൂരമായിട്ടാണ് അത് നിൽക്കുന്നത്. അതുപോലെ ഇവിടേക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ലൊക്കേഷനാണ്. പിന്നെ ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒരു സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഈജിപ്ഷ്യൻ ടച്ച് ഇതിൽ തോന്നണുണ്ട്. ഇതിനകത്ത് കുറേ വേപ്പ് മരമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വേപ്പ് മരമൊക്കെ ഇത്രയും വലുതാവുമെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് കന്യാകുമാരിയാണ്. കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിലാണ് പോണത്. ഏകദേശം ഒരു ബോട്ടിൽ ഒരു 100-200 പേരൊക്കെ ഇതിനകത്ത് കൊള്ളും. അതൊരു കിടില എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ പ്ലേസൊക്കെ നല്ലപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റാണ്, നല്ല കാം, ഒരു പീസ് അറ്റ്മോസ്ഫിയർ ഇവിടെ നിന്ന് കിട്ടണമുണ്ട്. പക്ഷേ ഞാൻ ബീച്ചിലുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ബീച്ചിലുള്ള വീഡിയോസൊന്നും അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ബസ് ഫുള്ളായിട്ട് ലേസർ ഷോ ആയിരുന്നു. ആയിട്ട് പാട്ടും ഡാൻസും ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സ്പെഷ്യലി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ആൾ. ബൈ ബൈ. Wait for my next video.